ആരും കുതിച്ചു പോകുന്ന മഴക്കാഴ്ചകളാണ് വയനാടൻ ചുരം സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. മഴക്കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി മാത്രം വയനാടൻ ചുരത്തിലേക്ക് ദിവസവും എത്തുന്നത് നിരവധി സഞ്ചാരികളാണ്. മഴക്കാലമായാൽ പിന്നെ ഓരോ നിമിഷവും ചുരത്തിന്റെ രൂപഭാവങ്ങൾ മാറും. ദൂരെ മലഞ്ചെരുവിൽ നിന്ന് കോടമഞ്ഞ് ഓടിയെത്തി കാഴ്ചകളെ മറച്ചുകളയും. തൊട്ടുപുറകെ ഒരു കൊച്ചു കാറ്റിന് പിന്നാലെ കോടമഞ്ഞ് മറ്റൊരു കുന്നു തേടി യാത്രയാകും. ചുരത്തിലെ മഴയ്ക്കുമുണ്ട് പ്രത്യേകത. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാകും മഴ പെയ്യുക. നൂലായും ചാറ്റലായുമൊക്കെ ചന്നം ഭിന്നം മഴ പെയ്തുകൊണ്ടേയിരിക്കും. ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും അധികം മഴ ലഭിച്ചിരുന്നതും ചുരത്തോട് ചേർന്ന ലക്കിടിയിലായിരുന്നു. ഇന്നിപ്പോൾ ആ പെരുമ ഒരു ഓർമ്മ മാത്രമായി മാറിയിരിക്കുന്നു. വയനാട്ടിലെ ലക്കിടിയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ചിറാപ്പുഞ്ചി കഴിഞ്ഞാൽ ലക്കിടി ഒക്കെ ഒരേപോലെ നിൽക്കുന്ന. ഇപ്പം ലക്കിടിയിലും ഇല്ല മഴ. ഇവിടെ മഞ്ഞൊക്കെ മൂടിയിട്ട് ആകെ ഒരു മനുഷ്യനെ കാണാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു ഇവിടെ ഈ നിൽക്കുന്ന സ്ഥലത്ത് ലക്കിടിയിലൊക്കെ. ഇപ്പം ഇവിടെ ഇല്ല മഴ. കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടാന്ന് തോന്നുന്നു വയനാട്ടിലെ ലക്കിടിയിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ മഴയില്ലെങ്കിലും നിത്യഹരിത വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചുരത്തിൽ മഴയുണ്ടാകും. മഴക്കാലം തുടങ്ങിയാൽ പിന്നെ ചുരത്തിലെ എണ്ണിയാൽ ഒഴുങ്ങാത്ത നീരുറവുകൾ ചേർന്ന് അരുവികളായി ഒഴുകി തുടങ്ങും. എത്ര കാലമായി നാട്ടുകാർക്കും സഞ്ചാരികൾക്കുമെല്ലാം ഓരോ നിമിഷവും മഴയുടെ വെവ്വേറെ ഭാവങ്ങൾ പകർന്നു നൽകി ചുരം അങ്ങനെ നിൽക്കുന്നു. ഇനിയും മഴയുടെ എത്രയോ ഭാവങ്ങൾ എല്ലാവർക്കും പകർന്നു നൽകാനായി. പ്രിൻസ് പാങ്ങാടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.